എന്താപ്പാ? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? നമുക്കേ ഫോൺ അടിക്കുന്നു, എടുക്ക്. അത് സാറില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. നീ സംസാരിക്കേ. ഫെലിക്സ് സാർ, ഒരു മിസ്സിംഗ് കേസ് കൂടെ റിപ്പോർട്ട് ചെയ്തു. ഞാൻ സാറിനെ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഫെലിക്സ്, ഞാൻ തിരിച്ചു വിളിക്കാം. സാർ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ സാർ. പറഞ്ഞോപ്പാ. എന്തിനാ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? കുറച്ച് പതിയെ സംസാരിക്കേ. പതുക്കെ സംസാരിക്കാം. ആ, ഇങ്ങനെ സംസാരിച്ചാൽ അപ്പഴേ കേൾക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ പതിയെ. ഇങ്ങനെ സംസാരിച്ചാൽ കേൾക്കാമോ? മതി, ഇങ്ങനെ മതി. നമുക്കൊരു ഡ്രൈവ് പോവാം. ആ, നമുക്കൊരു ഡ്രൈവ് പോവാം. ഇപ്പോഴോ? ആ, പോ. എടാ മോനെ, ഞാൻ പറയുന്നത് എടാ, അമ്മ പറയുന്നതേ നീ ഈ ജോലി രാജിവെക്കാനാ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അതാണ് അവൾക്ക് സന്തോഷം. അവൾക്ക് മാത്രമല്ല, എനിക്കും. നീ ഇവിടെ ഉള്ളപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു ധൈര്യം. പോയിക്കഴിഞ്ഞാൽ അല്ല, അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഓരോ തവണ ഇവിടുന്ന് പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. രാത്രി നിൻ്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിൻ്റെ തീരുമാനം? അപ്പൊ എനിക്ക് എടാ, ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിൻ്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, എനിക്ക് എൻ്റെ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ, നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. കേട്ടോ മോനെ? എന്താടാ പറ. അപ്പം കുറെ കൊല്ലത്തിന് ശേഷം മോനെ ഒന്ന് വിളിക്കണം. വാ. Are you okay, John? സാർ, ഇന്ന് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാണ്. എന്തിനാണ് ഇത്ര ധൃതി? സാർ, ജോൺ, എന്തിനാണ് ഇത്ര ധൃതി? സാറിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എനിക്ക് അന്വേഷിക്കണം സാർ. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കേസായിരിക്കും ഇത്. അല്ല, ജോണിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പക്ഷേ അത് ഈ കേസിനെ ബാധിക്കില്ല. ബിലീവ് മീ. മീഡിയക്കാരുടെ വായടപ്പിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഈ കേസിന്റെ എന്തെങ്കിലും ഹിന്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഗോ ഹെഡ്. താങ്ക് യു സാർ. സാർ, എന്തൊക്കെ ഏട്ടാ? സാർ സുഖം തന്നെ. സാറിനിപ്പോൾ എങ്ങനെയുണ്ട് സാർ? സാർ, ഫെലിക്സ് ഇരിക്കും. ഫെലിക്സ്, 3ാമത്തെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സാർ, 3ാമത് മിസ്സായത് ഗീത. ആ 3ാമത് മിസ്സിംഗ് ആയത് ഗീത, 41 വയസ്സ്. ആ. ആ, സാർ, 3ാമത് മിസ്സായത് ഒരു ഗീതയാണ്, 41 വയസ്സ്. പള്ളിവാസലാണ് സ്ഥലം. പള്ളിവാസൽ. അതെ. ആ. ഈ ഗീത മിസ്സിംഗ് ആയവർ ഗീതയുടെ ഹസ്ബൻഡ് സുദീപാണ് പോലീസിനെ അറിയിക്കുന്നത്. സുദീപ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. അതുകൊണ്ട് ഇവർ മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച നടന്നുണ്ട്. 101 വീടുകൾ കയറി നേർച്ചയെടുക്കാമെന്ന്. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കും അറിയില്ല. സാർ, ഫൈൻ. സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് തന്നത്? രാത്രി 10:30 സാർ. ആ രാത്രി 10:30 സാർ.
ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സാർ FIR എഴുതിയിരിക്കുന്ന മനോജാണ്. അയാളോട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ സാർ. ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനൽ, ഒപ്പം നമ്മുടെ നമ്പർ. യെസ് സാർ. നമുക്ക് സമയമില്ല ഫെലിക്സ്. ഗീതയെ പരിചയമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും. ഷുവർ സാർ. ഈ ഫോട്ടോയിൽ കാണുന്ന ഗീത എന്ന സ്ത്രീയെ ഓഗസ്റ്റ് 20 മുതൽ കാണാനില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദേവികുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. മിനിഞ്ഞാന്ന് സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കും അറിയില്ല. സാർ, എന്താ ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സാർ. എന്തായി ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സാർ. ഓ, ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് എല്ലായിടത്തും എത്തിയിട്ടില്ലേ? ആ സാർ, എല്ലായിടത്തും എത്തിച്ചു. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല, സംതിങ് ഡിഫറെൻറ്റ്. അതെന്താ സാർ അങ്ങനെ തോന്നാനുള്ള കാരണം അതെ, അത് നമ്മുടെ കേസ് അന്വേഷണത്തിൽ മിസ്സിംഗ് ആയ 3 വിക്ടിംസ് തമ്മിലും യാതൊരു ബന്ധവുമില്ല. അതായത് ഏജ്, ജെൻഡർ, പ്രൊഫഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ. ആദ്യത്തെ മിസ്സിംഗ് കേസിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വർഗീസിൻ്റെ മൊഴി അനുസരിച്ച് പ്രകാശൻ ആക്സിഡന്റിന് ശേഷം റോഡിൽ തന്നെ കിടക്കുകയായിരുന്നു. വർഗീസ് പോയതിന് ശേഷമാണ് പ്രകാശൻ മിസ്സിംഗ് ആയത്. അതായത് ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രകാശനല്ല. പ്രകാശൻ അവരുടെ മുന്നിലേക്ക് ആക്സിഡൻ്റലി കയറി വന്നിട്ടുള്ള ഇര മാത്രമാണ്. ഒരുപക്ഷെ ഇവരുടെ രീതി ഇത് തന്നെയായിരിക്കാം. ഇരകളെ പിടിക്കുകയല്ല, ഇവരുടെ മുന്നിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നവരെ ഇരകളാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റാൻഡം സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ സാർ എന്തായിരിക്കും ഇതിന്റെ മോട്ടീവ്? നോ ഐഡിയ. എന്തായാലും ആദ്യത്തെ 2 മിസ്സിംഗ് കേസുകളും തമ്മിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. 2 ഇൻസിഡൻസും നടന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ മിസ്സിംഗ് നടന്നിട്ടുണ്ടാവുക ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കണം. സാർ, എനിക്കൊരു സംശയം. ചേട്ടാ കുറച്ച് ശബ്ദത്തിൽ പറയോ? സാർ, എനിക്കൊരു സംശയം. ഈ ഗീത ഒരു നേർച്ചയ്ക്ക് വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട്? അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവോ? കുറച്ച് അധികം വീടുള്ള ഒരു സ്ഥലത്തേക്കല്ലേ പോവാൻ സാധ്യത കൂടുതൽ? ഞാൻ പറഞ്ഞല്ലോ ഒരായിട്ടാ, ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്തായാലും ഗീത പള്ളിവാസിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗീത മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ചിത്തരപുരം, പോത്തമേട്, ഓൾഡ് മൂന്നാർ, ആറ്റുകാട്. ഇതിൽ ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹലോ